ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +1 മാത്സിലെ 9th ചാപ്റ്ററായ സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 9.2 ആണ്. ഈ എക്സസൈസിൽ മൊത്തം 18 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ 6 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനെ പറ്റിയിട്ടാണ് പഠിച്ചത് അല്ലേ? അരിത്തമെറ്റിക് മീൻ എന്താണെന്നുള്ളത് അതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ഓഡ് ഇൻറ്റിജേഴ്സ് ഫ്രം 1 to 2001. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു AP തന്നിട്ടുണ്ട്. AP എന്ന് പറയുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. 1 മുതൽ 2001 വരെയുള്ള ഓഡ് ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? 1, അടുത്ത ഓഡ് നമ്പർ ഏതാണ്? 3, 5, 7, അങ്ങനെ 2001 വരെയുണ്ട് നമ്മുടെ AP എന്ന് പറയുന്നത്. ഇതിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സമ്മ് കാണാനുള്ള ഫോർമുല എന്താണ്? SN is equal to n/2 into 2a plus n-1 into d. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഫോർമുലയുണ്ട്, n/2 into ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഏതിൽ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ അറിയണം? നമുക്ക് ഫസ്റ്റ് ടേം എ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ടേം ആണ്, ഡി നമ്മുടെ കോമൺ ഡിഫറൻസ് ആണ്, എൻ എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ ഓഫ് ടേംസ് ആണ്. ഇതെല്ലാം അറിഞ്ഞാലേ നമുക്ക് ഈ ഫോർമുലയിൽ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. എ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? നമ്മുടെ ഫസ്റ്റ് ടേം 1 ആണ്. ഇനി നമ്മുടെ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 2 വെച്ചിട്ടാണ് ആഡ് ചെയ്ത് പോകണത് അല്ലേ? അല്ലെങ്കിൽ നമുക്കിവിടെ 3 - 1 സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം കണ്ടാലും മതി അല്ലേ? അടുത്തടുത്ത ഏത് 2 ടേമുകളുടെ ഡിഫറൻസ് കണ്ടാലും അതെന്തായിരിക്കും? കോമൺ ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് നമുക്ക് 2 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എൻ അറിയില്ല, എത്ര ടേംസ് ഇതിൻ്റെ ഉള്ളിലുണ്ട് നമുക്കറിയില്ലല്ലോ, നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ടേം അറിയാം. ലാസ്റ്റ് ടേം നമ്മൾ ടി എന്ന് കൊടുക്കും അല്ലേ? നമ്മുടെ nth ടേം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ടേമിന് ടി എന്ന് കൊടുക്കും. അതെന്ന് പറയുന്നത് എന്താ ഫോർമുല? a പ്ലസ് nth ടേം ആണെങ്കിൽ a പ്ലസ് n-1 ഇൻറ്റു ഡി ആണ്, നമുക്കറിയാമല്ലേ? ഇതിലിപ്പോൾ ലാസ്റ്റ് ടേം എത്രയാണ്? 2001. അപ്പം 2001 ഈസ് ഈക്വൽ ടു a എത്രയാണ്? 1 പ്ലസ് n നമുക്കറിയില്ല, അത് അങ്ങനെ തന്നെ കൊടുക്കാം. n-1 ഇൻറ്റു ഡിയുടെ സ്ഥാനത്ത് നമുക്ക് 2 എന്ന് കൊടുക്കാം. നമുക്കിതൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടൊന്ന് റെഡി ആക്കിയിട്ട് ഇതിൽ n മാത്രമല്ല നമുക്ക് അറിയാത്തുള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് n കണ്ടുപിടിക്കാമല്ലോ. അപ്പം 2001 ഈസ് ഈക്വൽ ടു 1 പ്ലസ്, ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ എന്ത് വരും? n ഇൻറ്റു 2, 2n മൈനസ് 1 ഇൻറ്റു 2, 2. നമുക്കിത് എന്ത് എഴുതാം? 2001 ഈസ് ഈക്വൽ ടു 2n, 1 മൈനസ് 2 എന്തായി? -1. 2n മൈനസ് 1 എന്ന് കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? n കണ്ടുപിടിച്ചുകൂടെ? അപ്പം 2n മൈനസ് 1 ഈസ് ഈക്വൽ ടു 2001 അല്ലേ? അപ്പം 2n ഈസ് ഈക്വൽ ടു 2001. ഈ -1 ഇങ്ങോട്ട് വരുമ്പം +1 ആവും, അതായത് 2002 എന്ന് വരും. അപ്പം n ഈസ് ഈക്വൽ ടു 2002 ഡിവൈഡഡ് ബൈ 2 എന്ന് വന്നു. അപ്പോൾ എത്ര നമുക്ക് കിട്ടുക? 1001. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ടേംസ് എത്ര കിട്ടി? n എന്ന് പറയുന്നത് 1001 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഫോർമുലയിൽ കൊടുക്കാൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കണ്ടുപിടിച്ചില്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ കൊടുക്കാമല്ലോ. സം SN ഈസ് ഈക്വൽ ടു ഏതിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാമല്ലോ, നമുക്ക് കുഴപ്പമില്ല. വേണമെങ്കിൽ രണ്ടാമത്തെ ഫോർമുലയിൽ ഇട്ട് കൊടുക്കാം. n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം അതിലിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിലിട്ട് കൊടുക്കാം. ഏതിൽ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ടേമിലൊന്നും ഇട്ട് കൊടുക്കാം, അത് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ? n എന്ന് പറയുന്നത് 1001 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടേം എന്തായിരുന്നു? 1 പ്ലസ് ലാസ്റ്റ് ടേം എന്താണ്? 2001. ലാസ്റ്റ് ടേം അറിയുകയാണെങ്കിൽ നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമില്ല. അല്ലാത്ത കേസിൽ നമുക്ക് ആദ്യത്തെ ഫോർമുല മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 1001 ബൈ 2 എന്ന് പറയുമ്പോൾ അത് എത്ര വരിക? അതിന് മുമ്പ് നമുക്കിവിടെ നമ്മുടെ ഇതൊന്ന് മാറ്റാം. 2 ഇൻറ്റു എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇത് നമുക്ക് പോയിന്റ് വരുന്നത് കാരണം നമുക്ക് അവിടെ ബൈ 2 ഇപ്പം ചെയ്യണ്ട. 1 പ്ലസ് 2001 എന്ന് പറയുമ്പം 2002. ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 2 ക്യാൻസൽ ചെയ്ത് കളയാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പോയിന്റ് ആയിട്ട് വരും അല്ലേ? 2002ൻ്റെ 2ൽ നമ്മൾ എത്ര വശം പോവും? 1001. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1001 ഇൻറ്റു 1001. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ആൻസർ? നമുക്കൊരു വലിയ നമ്പറാണ് കിട്ടുക. 100,2001. 10,02,001. അതാണ് നമുക്ക് കിട്ടുന്ന നമ്മുടെ ഫൈനൽ ആൻസർ. അതായത് ഈ നമുക്ക് തന്ന 1 മുതൽ 2000 വരെയുള്ള ഓഡ് ഇൻറ്റിജേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 10,02,001 ആണ്.
അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലോ, ക്ലിയർ ആയല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. വെറുതെ സമ്മിൻ്റെ ഫോർമുലയിൽ നമ്മളൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്തു, അതിന് മുമ്പ് n എന്താണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ സം, ഇത് തന്നെയാണ്, ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലൈങ് ബിറ്റ്വീൻ 100 and 1000 വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 5. നമുക്കിതുപോലെ സമ്മ് കണ്ടുപിടിക്കണം. അപ്പോൾ സമ്മിൻ്റെ ഫോർമുല എന്താണ്? SN is equal to n/2 into 2a plus n-1 into d, അല്ലെങ്കിൽ n/2 into ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാം. അപ്പോൾ നമുക്കിത് എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ AP ഒന്ന് എഴുതണ്ടേ, നമ്മുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. എന്താ പറഞ്ഞിരിക്കണേ? 100ൻ്റെയും 1000ൻ്റെയും ഇടയിൽ വരുന്ന എല്ലാ നാച്ചുറൽ നമ്പേഴ്സും അതെന്തായിരിക്കണം? വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 5, 5ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 100 നമുക്ക് എടുക്കാൻ പറ്റില്ല, അതിൻ്റെ ഇടയിലാണ്. അപ്പോൾ 101 5ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 102 അല്ല, 103 അല്ല, 104 അല്ല, 105. നമുക്കറിയാലോ, ഇത് സിമ്പിൾ ആയ കാരണം പിന്നെ നമുക്ക് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാം. 105 ആണ് 5ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്, ആദ്യത്തെ നമ്പറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. പിന്നെ അടുത്തത് എന്തായിട്ട് വരും? 110 അല്ലേ? 5 വെച്ചിട്ട് ആഡ് ചെയ്ത് പോകുക, അതല്ലേ 5ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. 115 അങ്ങനെ പോയിട്ട് ലാസ്റ്റ് ടേം എന്താണ്? 1000ൻ്റെ ഇടയിൽ വരണം. 1000 എടുക്കാൻ പറ്റില്ല. 999, 998, 997, 996 അതൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. നമുക്ക് എടുക്കാൻ പറ്റുന്നത് പിന്നെ 995 ആണ്. 995 ആണ് പിന്നെ നമുക്ക് എന്ത് വരുന്നത്? നമുക്ക് 5ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ സീക്വൻസ് AP നമ്മളിവിടെ കണ്ടുപിടിച്ചു, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എഴുതാം. A എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ടേം 105 ആണ്. പിന്നെ നമുക്ക് എന്താണുള്ളത്? D, നമ്മുടെ കോമൺ ഡിഫറൻസ് 5ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞ കാരണം നമുക്കറിയാം 5 ആണെന്ന്. ഇല്ലെങ്കിൽ 110 - 105 നമുക്ക് 5 ആണെന്ന് കിട്ടും. അപ്പോൾ Aയും Dയും കണ്ടുപിടിച്ചു. അതുകൊണ്ട് ആയില്ലല്ലോ, നമുക്ക് ആരും കൂടി വേണം. നമുക്ക് നമ്മുടെ നേരത്തെ പോലെ തന്നെ നമ്മുടെ എന്ത് വേണം? Nഉം കൂടി വേണം അല്ലേ. നമ്പർ ഓഫ് ടേംസ് എന്താണെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ N കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റേതുപോലെ തന്നെ നമ്മുടെ nth ടേം ലാസ്റ്റ് ടേം ആയിട്ട് എന്തെടുക്കാം? ഫോർമുല എന്താ വരിക? A + n-1 into D. അത് നമ്മുടെ എത്രയാണ്? 995 ആണ് നമ്മുടെ ലാസ്റ്റ് ടേം. 995 is equal to A എന്ന് പറയുന്നത് എത്രയാണ്? 105 plus n നമുക്കറിയില്ല, n-1 into D എന്ന് പറയുന്നത് നമ്മുടെ 5 ആണ്. അപ്പം 995 is equal to 105 plus 5 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5n - 5 which is equal to 5n. ഇതെത്ര വരും? 105 - 5 എന്ന് പറയുമ്പം 100 എന്ന് കിട്ടൂലേ നമുക്ക്, പ്ലസ് 100. അപ്പം 995 is equal to 105n plus 100 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 5n is equal to എന്ത് വരും? 995 - 100 എന്ന് വരും അല്ലേ. ഈ 100 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? 895 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇത് 5n is equal to ആണ്. n is equal to എന്ത് വരും? 895 divided by 5. ഇത് നമുക്ക് ഡിവിഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടുക? n is equal to 179 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ n നമ്മൾ കണ്ടുപിടിച്ചുല്ലോ. ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ nth നമ്മൾ ലാസ്റ്റ് ടേമിൽ ഇട്ട് കൊടുത്തിട്ടാണല്ലോ ഇത് ചെയ്യണത്. നമുക്ക് വേണമെങ്കിൽ ഇത് നമ്മുടെ ഇപ്പോൾ സെക്കൻഡ് ടേം എങ്ങനെ കണ്ടുപിടിക്കുക? A പ്ലസ്, അപ്പോൾ അതിൽ n വരുന്നില്ല, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ടേമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ n ഇവിടെ കണ്ടുപിടിച്ചു കേട്ടോ. n is equal to 179 എന്ന് നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചതിൻ്റെ സെയിം അതുപോലെ തന്നെ അല്ലേ നമ്മുടെ സമ്മ് കണ്ടുപിടിക്കുക. SN is equal to എന്താണ്? നമുക്ക് നമ്മുടെ ഈസി ആയിട്ടുള്ള ആ ഫോർമുലയിൽ ഇട്ട് കൊടുക്കാം അല്ലേ. ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം നമുക്ക് അറിയാമല്ലോ. 179 divided by 2 അല്ലേ. n/2 ഇൻറ്റു ഫസ്റ്റ് ടേം എത്രയാണ്? 105 പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 995. ഇതിലിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ആദ്യത്തെ ഫോർമുലയിൽ ഏതിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കിതിങ്ങനെ തന്നെ എഴുതാം. 179/2 ഇൻറ്റു ഇത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുക? 500. ഇത് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 995 + 5 എന്ന് പറയുമ്പോൾ 1100 നമുക്ക് കിട്ടും. പിന്നെ ഈ 2 ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇവിടെ 550 ടൈംസ് അല്ലേ, 550.
ഇൻറ്റു 2 ആണ് 1100. അപ്പോൾ 179 ഇൻറ്റു 550 എന്ന് പറയുമ്പോൾ എത്രയാണ് 98,450. അതാണ് എന്ത് ഇവിടുത്തെ സം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. ഈസിയാണ്, നമ്മൾ ജസ്റ്റ് ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് എന്താണ് ഇല്ലാത്തതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കാം. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ആൻ എ പി ദ ഫസ്റ്റ് ടേം ഈസ് 2 and the sum of the first 5 terms is 1/4 of the next 5 terms. Show that 20th term is minus 112. ഇവിടെ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് തന്നിട്ടില്ല. ഒരു എ പി ഉണ്ട്, അതിൽ ആദ്യത്തെ 5 ടേംസ്. അപ്പോൾ ഒരു എ പി നമുക്ക് എഴുതി നോക്കാം. എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d, എ പ്ലസ് 4d, എ പ്ലസ് 5d, അങ്ങനെ പോയിട്ട് നമുക്കിവിടെ ഫസ്റ്റ് 5 ടേംസ് 10 ടേംസ് മൊത്തം എഴുതണം അല്ലേ. അപ്പോൾ നമ്മൾ എ പ്ലസ് 9d അല്ലേ വരിക 10 ടേം. അതായത് ഇതിൽ ആദ്യത്തെ 5 ടേംസ്, ഫസ്റ്റ് ടേം 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എയുടെ സ്ഥാനത്ത് നമുക്ക് 2 എന്ന് കൊടുക്കാം. എ ഈസ് ഈക്വൽ ടു 2. പിന്നെ 1 2 3 4 5 ആദ്യത്തെ ഈ ഫസ്റ്റ് 5 ടേംസ്, അതായത് എ പ്ലസ് 4d വരെയുള്ള ഈ ടേംസുകളുടെ സം എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. അതെന്ന് പറയുന്നത് അടുത്ത 5 ടേംസ് ഉണ്ടല്ലോ, അതായത് എ പ്ലസ് 5d മുതൽ എ പ്ലസ് 9d വരെയാണല്ലോ വരിക അടുത്ത 5 ടേംസ്. അതിൻ്റെ സമ്മും ഇതിൻ്റെ സമ്മും തമ്മിലുള്ള ഒരു റിലേഷൻ പറഞ്ഞിട്ട് എന്താണ്, ഇതിൻ്റെ സമ്മ് നമ്മുടെ അടുത്ത 5 ടേംസിൻ്റെ സമ്മിൻ്റെ 4/1 ഭാഗം 1/4 പോർഷനേ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ നമുക്ക് തന്നിരിക്കുന്നത്? സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് is equal to 1/4 അല്ലേ, 1/4 of sum of next 5 terms. അടുത്ത 6 മുതൽ 10 വരെയുള്ള ടേംസ് അല്ലേ, അതാണ് അടുത്ത നെക്സ്റ്റ് 5 ടേംസ് എന്ന് പറയുന്നത്. അതിൻ്റെ സം എത്രയാണോ അതിൻ്റെ 4/1 ഭാഗം മാത്രമേ ഉള്ളൂ ആദ്യത്തെ 5 ടേംസിൻ്റെ സം എന്ന് പറയുന്നത്, 1/4 പോർഷൻ. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. ഇതിൽ എ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ടേംസുകൾ എന്തായിട്ട് എടുക്കാം? നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എ പ്ലസ് ഡി അല്ല, ആദ്യത്തെ 5 ടേംസുകളുടെ സം എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുക. അടുത്ത ടേം എ പ്ലസ് 2d പ്ലസ് എ പ്ലസ് 3d പ്ലസ് എ പ്ലസ് 4d വിച്ച് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു അടുത്ത 5 ടേംസ് നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് 5d മുതൽ 9d വരെ. എ പ്ലസ് 5d പ്ലസ് എ പ്ലസ് 6d പ്ലസ് എ പ്ലസ് 7d പ്ലസ് എ പ്ലസ് 8d പ്ലസ് എ പ്ലസ് 9d. ഇതാണ് നമുക്ക് ഇവർ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എത്ര എ വരും? 1 2 3 4 5 വരുന്നുണ്ട് അല്ലേ, 5 ടേംസ് അല്ലേ. അപ്പോൾ 5a പ്ലസ് എത്ര ഡി വരുന്നുണ്ട്? 1 പ്ലസ് 2 3 3 പ്ലസ് 3 6 പ്ലസ് 4 10. 5a പ്ലസ് 10d ആണ് നമുക്ക് ലെഫ്റ്റ് സൈഡ് സോൾവ് ചെയ്തപ്പോൾ കിട്ടിയത്, വിച്ച് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു ഇവിടെയും 5a തന്നെയായിരിക്കും അല്ലേ. 5a പ്ലസ് എത്ര ഡി വരുന്നുണ്ട്? 5 plus 6 11, 11 plus 7 18, 18 plus 8 26, 26 plus 9 35, 35d. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അവർ തന്ന വിവരം അനുസരിച്ച് നമ്മൾ എഴുതിയപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇതിൽ 4 നമുക്ക് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. 4 ഇൻറ്റു 5a പ്ലസ് 10d ഈസ് ഈക്വൽ ടു 5a പ്ലസ് 35d. ഈ 4 നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. നമുക്കതൊന്ന് ആ ബ്രാക്കറ്റ് മാറ്റി കൊടുക്കാതെ ഇവിടെ എന്ത് വരും? 20a വരും അല്ലേ. പ്ലസ് 10 ഇൻറ്റു 4 40. 40d is equal to 5a plus 35d. a ഒക്കെ നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാലോ. 20a minus 5a is equal to എന്ത് വരും? d നമുക്ക് എന്ത് വരും? 35d മൈനസ് 40d വരും അല്ലേ. ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ 40d. 20a മൈനസ് 5a എന്ന് പറയുമ്പോൾ 15a വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? മൈനസ് 5d അല്ലേ. മൈനസ് 5d എന്ന് വന്നു. പക്ഷെ ഇതിൽ നമുക്ക് എ അറിയാം. എത്രയാ? നമ്മുടെ ഫസ്റ്റ് ടേം 2 ആണെന്ന് അവർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ എ എന്നുള്ള വാല്യൂ നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ 15 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു മൈനസ് 5d, അല്ലെങ്കിൽ മൈനസ് 5d ഇസ് ഈക്വൽ ടു എന്ത് വരും? 15 ഇൻറ്റു 2 എന്ന് പറയുന്നത് 30. അപ്പോൾ d ഇസ് ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ മൈനസ് 5, അതായത് മൈനസ് 6 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഫസ്റ്റ് ടേം നമുക്കറിയാം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 20th ടേം കാണണം അല്ലേ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 20th ടേം എന്ന് പറയുമ്പോൾ നമ്മുടെ T20 വിച്ച് ഈസ് ഈക്വൽ ടു എ പ്ലസ് അതിനേക്കാൾ ഒന്ന് കുറവല്ലേ, അതായത് 19d. എയും ഡിയും നമുക്കറിയാലോ. അപ്പോൾ എ എന്ന് പറയുന്നത് 2 പ്ലസ് 19 ഇൻറ്റു ഡി എന്ന് പറയുന്നത് മൈനസ് 6 വിച്ച് ഈസ് ഈക്വൽ ടു 2 മൈനസ് 19 ഇൻറ്റു 6 എത്രയാണ് വരിക? 114.
വിച്ച് ഈസ് ഈക്വൽ ടു -112. അത് തന്നെയല്ലേ അവർ പറഞ്ഞിരിക്കുന്നത്, -112 നമുക്ക് കിട്ടി. അത് പ്രൂവ് ചെയ്യാനായിരുന്നു. അപ്പോൾ അതിന് തന്നെയാണെന്ന് നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് 4th ക്വസ്റ്റ്യനിലേക്ക് പോകാം. How many terms of the AP -6, -11/2, -5 etc. are needed to give sum -25? അതായത് ഒരു AP നമുക്ക് തന്നിട്ടുണ്ട്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. എന്താണ് അതിൻ്റെ ഫസ്റ്റ് ടേം -6, പിന്നെ -11/2, പിന്നെ -5, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു AP ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ കുറച്ച് ടേംസ് എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്തു. എത്ര ടേം ആണെന്ന് പറയണില്ല, ചിലപ്പോൾ 5 ആവാം, 10 ആവാം, 20 ആവാം, എത്രയോ ടേംസുകൾ എടുത്തിട്ട് അത് ആഡ് ചെയ്തു അവർ. അപ്പോൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് സമ്മ് കിട്ടുമല്ലോ. അത് എത്രയാണ് തന്നിരിക്കുന്നത്, -25. അപ്പോൾ എത്ര ടേംസ് അവിടെ അവർ ആഡ് ചെയ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് n ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്, നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, നമ്പർ ഓഫ് ടേംസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ എ മാത്രം, എ നമുക്കറിയാമല്ലേ, എ ഈക്വൽ ടു എത്രയാണ് -6. ഡി അതൊക്കെ നമുക്കൊന്ന് കണ്ടുപിടിച്ച് വെക്കാം, കാരണം അതൊക്കെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. ഡി എന്ത് വരും, നമ്മുടെ സെക്കൻഡ് ടേം -11/2 മൈനസ് ഫസ്റ്റ് ടേം. അപ്പോൾ അവിടെ വീണ്ടും ഒരു -6 ഉണ്ട് കേട്ടോ, അത് തെറ്റിപ്പോവരുത്. ഇത് മൈനസ് ഉള്ളത്, ഇത് -6. അപ്പോൾ -11/2 + 6. നമുക്ക് എൽ സി എടുക്കാമല്ലോ. 2 നമ്മളിവിടെ കോമൺ ആയിട്ട് എൽ സി ആയിട്ട് എടുത്തു. അപ്പോൾ -11 + 6 × 2 12. -11 + 12 എത്രയാണ്, 1/2. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് ഡി എന്ത് കിട്ടി, 1/2 ആണെന്ന് കിട്ടി. അപ്പോൾ ഡി കിട്ടി, എ നമുക്കറിയാം. ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, എത്ര ടേംസ് ആഡ് ചെയ്യുമ്പോഴാണ് സം. അപ്പോൾ നമ്മുടെ സമ്മിൻ്റെ ഫോർമുല തന്നെ ഇവിടെ എഴുതി വെക്കാം. അപ്പോൾ അതിൽ ലാസ്റ്റ് ടേമിൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചിരുന്ന ആ ഫോർമുല എഴുതാൻ പറ്റില്ല, കാരണം നമുക്കിവിടെ ലാസ്റ്റ് ടേം അറിയില്ല. അതുകൊണ്ട് നമ്മൾ എഴുതേണ്ടത് n/2 × 2a + n-1 × d. ഈ ഫോർമുല വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിൽ എസ് എൻ എത്രയാണ് നമുക്കറിയാം അല്ലേ, എത്ര സമ്മ് തന്നിരിക്കണേ, -25. അതവിടെ കൊടുത്തു. n നമുക്കറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്നിനൊക്കെ അതേപോലെ നമ്മൾ കൊടുക്കുക, n/2 × 2 × a. ഫസ്റ്റ് ടേം എത്രയാണ്, -6 + n-1 അങ്ങനെ തന്നെ എഴുതി, ഇൻറ്റു ഡി എന്ന് പറയുന്നത് എത്രയാണ്, 1/2. അതൊക്കെ അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു n/2 × 2 × -6 -12 പ്ലസ് ഇവിടെ എന്ത് വരും, n-1 / 2 എന്ന് വരും അല്ലേ, -12 + n-1/2. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് എൽ സി എടുത്തിട്ട് ഒന്ന് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ n/2 × ഇവിടെ 2 കോമൺ ആയിട്ട് എൽ സി എടുക്കുമ്പോൾ ഇവിടെ -12 × 2 -24 വരും, പ്ലസ് n-1 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കിത് n/4 എന്ന് വേണമെങ്കിൽ ഇനി ഇവിടെ എഴുതാം അല്ലേ, കാരണം ഈ 2ഉം ഈ 2ഉം കൂടി വരുമ്പോൾ ഇവിടെ 4 ആയിരിക്കും. n/4 ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും, -24ഉം -1 എത്ര വരും, -25 + n. ഇത് എത്രയാണ്, നമുക്കത് -25 നമ്മുടെ ലെഫ്റ്റ് സൈഡ്. ഇനി ഇതിങ്ങനെ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ 4നെ ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ, -25 × 4 ഈസ് ഈക്വൽ ടു n-നെ നമുക്ക് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. n × -25 എന്ന് പറയുമ്പോൾ -25n + n × n² ഇത് നമുക്കിവിടെ എന്ത് ചെയ്യും, ഇവിടെ എന്ത് കിട്ടും, 25 × 4 എന്ന് പറഞ്ഞാൽ 100, -100 ഈസ് ഈക്വൽ ടു -25n + n². ഇപ്പോൾ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടുന്നില്ല, അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയേ. നമുക്ക് n² ഇവിടെ എഴുതാം, n² -25n, ഈ -100 ഈ സൈഡിലേക്ക് കൊണ്ടുവരണം അല്ലേ. അപ്പോൾ എന്ത് വരും, +100 വിച്ച് ഈസ് ഈക്വൽ ടു 0. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഇത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഇതിൻ്റെ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തിട്ട്, ആ ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിനെ -20n ഉം -5n അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടായിട്ട് എഴുതാം. അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാം, മറ്റേതും ഞാൻ കാണിച്ചു തരാം. n² -20n -5n, അപ്പോഴും നമുക്ക് -25n അല്ലേ, +100 ഈസ് ഈക്വൽ ടു 0. പിന്നെന്താണ്, n² -20n നമ്മൾ ഒരുമിച്ചെടുക്കുകയാണ്, -5n ഉം +100ഉം ഒരുമിച്ചെടുത്തു. ഇതിൽ നമുക്ക് എന്തെടുക്കാം, n കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ n-20 കിട്ടും. ഇതിൽ നമ്മൾ -5 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ n വരും, ഇവിടെ മൈനസ് പുറത്തേക്ക് എടുത്ത്, കാരണം ഇത് മൈനസ് ആവും. 100ൽ നിന്ന് 5 പോകുമ്പോൾ ബാക്കി എത്രയുണ്ട്, നമുക്ക് 20 ആണല്ലേ. 20 × 5 ഈസ് ഈക്വൽ ടു 100 വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ട് n-20 ഉണ്ട്. അപ്പോൾ അത് പുറത്തേക്ക് എടുക്കും, ബാക്കി ഇവിടെ n ഉം ഇവിടെ 5 ആണ്. അപ്പോൾ നമുക്ക് n-20 × n-5 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ n ഈസ് ഈക്വൽ ടു എന്താണ്, അതായത് n-20
20 is equal to 0. അപ്പോൾ n is equal to 20 എന്ന് വരും. പിന്നെ മറ്റേത് എന്താണ്? n minus 5 is equal to 0 ആണെങ്കിൽ n is equal to 5. അപ്പോൾ n ന് നമുക്കിവിടെ രണ്ട് വാല്യൂ കിട്ടി. ഒന്നുകിൽ n is equal to 5. അതായത് ആദ്യത്തെ 5 ടേംസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -25 കിട്ടും. അല്ലെങ്കിൽ 20 ടേംസ് എടുത്തിട്ട് ആഡ് ചെയ്താൽ നമുക്ക് സമ്മ് കിട്ടുക എത്ര തന്നെയാണ്? -25 തന്നെയാണ്. ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല, അയ്യോ ഏത് ടേം ആയിരിക്കും അവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ നമ്മുടെ ഫോർമുല ഉണ്ടല്ലോ, n is equal to -b plus or minus square root of b square minus 4ac divided by 2a. ഇതിൽ a എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 അല്ലേ? n സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ്. b എന്ന് പറയുന്നത് n-ൻ്റെ കോയിഫിഷ്യൻ്റ് -25 എടുത്തോളാം. ഇവിടെ എഴുതാം a is equal to 1, b is equal to -25, c എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റന്റ് ടേം 100. ആ വാല്യൂ എടുത്തിട്ട് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സെയിം ഇത് തന്നെ കിട്ടും. n is equal to 5 എന്നും 20 എന്നും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർമ്മ വരുന്നില്ലെങ്കിൽ നിങ്ങൾ അത് നിങ്ങൾക്ക് അറിയേണ്ടതാണല്ലോ. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ഐഡിയ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, നിങ്ങൾ ഇത് വെച്ചിട്ട് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? n-ൻ്റെ വാല്യൂ ഇവിടെ കിട്ടും. അപ്പോൾ രണ്ട് വാല്യൂ ഇവിടെ വരുന്നുണ്ട്. അത്രയും ടേംസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് -25 തന്നെയാണ് സമ്മ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് 5th ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ആൻ എ പി ഇഫ് ദ pth term is 1 by q and the qth term is 1 by p. Prove that the sum of first pq terms is half into pq plus 1 where p not is equal to q. ഇവിടെ എന്താ നമുക്ക് പറഞ്ഞിരിക്കുന്നത്? pth term എന്ന് പറയുമ്പോൾ നമുക്ക് ടി പി is equal to എന്ത് വരും? a പ്ലസ് അതിനേക്കാൾ ഒന്ന് കുറവ് അല്ലേ? അപ്പോൾ p - 1 into t. അത് എത്രയാണെന്ന് നമുക്ക് തന്നിരിക്കുന്നത്? 1 by q ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ qth ടേം തന്നിട്ടുണ്ട്, ടി ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു a പ്ലസ് q - 1 ആയിരിക്കും അല്ലേ? ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു അത് എത്രയാണ്? 1 by p എന്നും തന്നിട്ടുണ്ട്. അത് ഇക്വേഷൻ നമ്പർ 2. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ദ സം ഓഫ് ഫസ്റ്റ് പി ക്യൂ ടേംസ്, നമ്മൾ സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്ന് പറയുന്ന പോലെ പി ക്യൂ ടേംസ്. അപ്പോൾ n ഈസ് ഈക്വൽ ടു ആണ് ഇവിടെ എന്ത്? പി ക്യൂ എന്ന് പറയുന്നത് കേട്ടോ. അത് തെറ്റി പോകരുത്. അതെന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു പി ക്യൂ പ്ലസ് 1 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കണം. പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സമ്മിൻ്റെ ഫോർമുലയിൽ ആവശ്യമായിട്ടുള്ള എയും ഡിയും ഒക്കെ അറിയണ്ടേ? എന്നാലല്ലേ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എയും ഡിയും നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് 1 - 2 ചെയ്യാം. 1 - 2 ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് ആക്കിയിട്ട് ഇതിൻ്റെ എല്ലാം സൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പോൾ എയും എയും ക്യാൻസലായി പോയി. ഇവിടെ എന്ത് വരും? p - 1 into d minus q - 1 into d is equal to 1 by q minus 1 by p എന്ന് വന്നു. ഇതിൽ നമ്മൾ d കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എന്ത് വന്നു? p - 1 പിന്നെ ഇവിടെ -q + 1 വരിക കേട്ടോ. ഈ മൈനസ് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ LC എടുക്കുമ്പോൾ എന്ത് വരും? LC നമുക്ക് PQ എന്ന് വരും അല്ലേ? അപ്പോൾ ഇവിടെ p - q വരും അല്ലേ? മുകളിൽ 1നെ p കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഈ 1നെ നമ്മൾ q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? d ഇൻറ്റു ഈ -1ഉം +1ഉം പോയിട്ട് ഇവിടെ p - q എന്ന് കിട്ടും. അപ്പോൾ d ഇൻറ്റു p - q is equal to p - q by pq. അപ്പോൾ d is equal to എന്ത് കിട്ടി? p - q ഡിവൈഡഡ് ബൈ pq അങ്ങനെ എഴുതി. ഈ p - q അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? നമ്മുടെ ഡിനോമിനേറ്ററിൽ വരൂലേ p - q. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ d is equal to നമുക്ക് എന്ത് കിട്ടി? 1 by pq എന്ന് കിട്ടി. ഇനി d കിട്ടി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് a കിട്ടില്ലേ? നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ a പ്ലസ് p - 1 ഇൻറ്റു d ആയിരുന്നു. ഡിയുടെ സ്ഥാനത്ത് നമ്മൾ 1 by pq ഇട്ട് കൊടുത്തു വിച്ച് ഈസ് ഈക്വൽ ടു 1 by q. ഇതെന്ന് പറയുന്നത് എന്താണ്? a പ്ലസ് p - 1 a പ്ലസ് p - 1 by q അല്ലേ? p - 1 by pq is equal to 1 by q എന്ന് കിട്ടി. അപ്പോൾ a is equal to എന്ത് വരും? a is equal to ഈ ടേം അങ്ങനെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം അല്ലേ? അപ്പോൾ 1 by q മൈനസ് p - 1 ഡിവൈഡഡ് ബൈ pq is equal to നമുക്കിവിടെ pq LC ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ q മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് p കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ p വന്നു. പിന്നെ ഇവിടെ ഓൾറെഡി p ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മൈനസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. -p + 1 വരും വിച്ച് ഈസ് ഈക്വൽ ടു പിയും -പിയും ക്യാൻസലായി പോയിട്ട് നമുക്ക് എന്ത് കിട്ടി? a is equal to 1 by pq. അപ്പോൾ എയും ഡിയും നമുക്ക് 1 by pq എന്ന് തന്നെയാണ് കിട്ടിയത്. ഇനി നമ്മുടെ സമ്മ് കണ്ടുപിടിക്കേണ്ടത് സം ഓഫ് ഫസ്റ്റ് pq ടേംസ്, അതായത് s pq. n-ൻ്റെ സ്ഥാനത്ത് pq ആണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫോർമുല എന്തായിരുന്നു? n/2. n-ൻ്റെ സ്ഥാനത്ത് pq കൊടുക്കുക. pq/2 ഇൻറ്റു നമുക്കിതിൽ ലാസ്റ്റ് ടേം അങ്ങനെ ഒന്നും അറിയില്ല, അതുകൊണ്ട് 2
എയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? വീണ്ടും 1/PQ 2A പ്ലസ് n-1. അപ്പോൾ PQ - 1 ഇൻറ്റു ഡിയുടെ സ്ഥാനത്ത് വീണ്ടും 1/PQ. നമ്മുടെ ഫോർമുലയിൽ എന്നിൻ്റെ സ്ഥാനത്ത് PQ, ഫസ്റ്റ് ടേം A is equal to 1/PQ, കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് 1/PQ ഒക്കെ കൊടുത്ത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇറ്റ് ഈസ് ഈക്വൽ ടു PQ/2 ഇൻറ്റു ഇവിടെ എന്ത് വരും? 2/PQ പ്ലസ് ഇവിടെ എന്ത് വരും? PQ - 1 ഡിവൈഡഡ് ബൈ PQ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് LC എടുക്കേണ്ട ആവശ്യമില്ല, കാരണം രണ്ടിൻ്റെയും ബൈ എന്താ വന്നിരിക്കുന്നത്? ഡിനോമിനേറ്ററിൽ PQ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? PQ/2 ഇൻറ്റു ഈ PQനെ കോമൺ ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം കേട്ടോ. ഇൻറ്റു ഇവിടെ എന്ത് വരും? ഇത് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. 2 പ്ലസ് PQ - 1, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു PQ/2 ഇൻറ്റു 2 പ്ലസ് PQ - 1 ഡിവൈഡഡ് ബൈ PQ. ഒറ്റ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതി ആ PQ നമ്മളിവിടെ പുറത്തേക്ക് എടുത്തു. ഇവിടെ എന്ത് വരും? അത് PQ 2 - 1 എന്ന് പറയുമ്പം +1 അല്ലേ? PQ +1 വരും. പിന്നെ ഈ PQ ഇവിടെ ക്യാൻസലായി പോയി. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? ഹാഫ് ഇൻറ്റു PQ + 1. ഇത് കഴിഞ്ഞാൽ അവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാലും ഹാഫ് ഇൻറ്റു PQ + 1 ആ സെയിം തന്നെ നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ സിക്സ്ത് ക്വസ്റ്റ്യൻ ഏകദേശം നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ പോലെയാണ്. ഇഫ് ദ സം ഓഫ് എ സർട്ടൻ n നമ്പർ ഓഫ് ടേംസ് ഓഫ് ദ AP 25, 22, 19 എക്സെട്ര ഈസ് 116, ഫൈൻഡ് ദ ലാസ്റ്റ് ടേം. അതായത് നമുക്കൊരു AP ഇവിടെ തന്നിട്ടുണ്ട്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്താണ്? 25, 22, 19 എക്സെട്ര എന്ന് പറഞ്ഞൊരു APയുടെ കുറച്ച് സർട്ടൻ n ടേംസ്, കുറച്ച് ടേംസ് നമ്മൾ എടുത്തിട്ട് ആഡ് ചെയ്ത സമയത്ത് സമ്മ് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 116. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് സെയിം ഇത് തന്നെയായിരുന്നു. അവിടെ നമുക്ക് n കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു, എത്ര ടേംസ് ആണ് അവിടെ ആഡ് ചെയ്തെന്നുള്ളത്. ഇവിടെ നമ്മൾ ആ n കണ്ടുപിടിച്ചിട്ട് ഫൈൻഡ് ദ ലാസ്റ്റ് ടേം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ n കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാലോ എത്രയായിരിക്കും nth ടേം വരിക. അപ്പോൾ n is equal to 25 ആണെങ്കിൽ നമുക്കറിയാം 25th ടേം വരെയുണ്ട് അല്ലേ? അതാണ് ലാസ്റ്റ് ടേം ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ ആ ഒരു എക്സ്ട്രാ സ്റ്റെപ്പും കൂടി വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സെയിം നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് A എന്ത് കിട്ടും? A is equal to 25. D എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചാൽ മതി അല്ലേ? അപ്പോൾ എത്ര കിട്ടി? -3 എന്ന് കിട്ടി. പിന്നെ നമുക്ക് SN ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? എത്രയോ ടേംസ് നമുക്കറിയില്ല, പക്ഷെ അത് 116 ആണ്. അപ്പോൾ നമുക്ക് SNൻ്റെ ഫോർമുല കൊടുത്തിട്ട് ഇത് ചെയ്യാം. SN is equal to n/2 ഇൻറ്റു 2A പ്ലസ് n-1 ഇൻറ്റു D. SN എത്രയാണ് ഇവിടെ? 116. എൻ്റെ നമുക്കറിയില്ല, അത് അങ്ങനെ തന്നെ കൊടുക്കുക. 2 ഇൻറ്റു A എന്ന് പറയുന്നത് 25 പ്ലസ് n-1 അങ്ങനെ കൊടുക്കുക. D എന്ന് പറയുന്നത് -3 വിച്ച് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2 ഇൻറ്റു 25 എത്രയാണ്? 50. പിന്നെ ഇവിടെ n ഇൻറ്റു -3, അപ്പോൾ -3n -1 ഇൻറ്റു -3 +3. ഇത് ഇത്രയും എന്ന് പറയുന്നത് 116 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 2നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ? 116 ഇൻറ്റു 2 is equal to n ഇൻറ്റു ഇവിടെ എന്ത് വരും? 50 + 3 എന്ന് പറയുമ്പോൾ 53 - 3n. ഇവിടെ എത്ര വരും? 232 വരും അല്ലേ? 232 ഈസ് ഈക്വൽ ടു 53n. എന്നെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? -3n² വരും. നമുക്ക് ഇതിൻ്റെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് എടുക്കും. -3n² നമുക്ക് പോസിറ്റീവ് എഴുതാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ 3n², ഇതെന്ത് വരും? -53n, ഇവിടെ പ്ലസ് തന്നെ, ഇത് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കല്ലേ കൊണ്ടുവന്നത്. അപ്പോൾ 232 is equal to 0. ഇതേപോലെ തന്നെ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. നമ്മളിപ്പോൾ ചെയ്ത പോലെ ഒന്നുകിൽ നമുക്ക് മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? n is equal to നമ്മുടെ ഈ ഫോർമുല ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ -b + or -√b² -4ac/2a, അതിലിട്ട് കൊടുക്കുക. അവിടെ a is equal to 3, b is equal to -53 and c is equal to 232. അതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് n-ൻ്റെ വാല്യൂ കിട്ടും. അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യണ മെത്തേഡ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. മറ്റേ നിങ്ങൾക്ക് അറിയാമല്ലോ, ജസ്റ്റ് ആ ഫോർമുലയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണത് 3n² -53n നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം? -24n -29n പ്ലസ് അടുത്ത ലാസ്റ്റ് ടേം അങ്ങനെ തന്നെ എഴുതുക. അപ്പോൾ ഈ ഒരു ഐഡിയ കിട്ടാത്തവരാണ് മറ്റേ രീതി ചെയ്യേണ്ടത് കേട്ടോ. എപ്പോഴും നമുക്ക് ഈ ഒരു ഐഡിയ കിട്ടിയെന്ന് വരില്ലല്ലോ എങ്ങനെയാണ് അത് സ്പ്ലിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിൽ ഈ 2 ടേം നമ്മൾ ഒരുമിച്ച് എഴുതുക, ഈ 2 ടേം ഒരുമിച്ച് എഴുതുക. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? 3n കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ബാക്കി ഇവിടെ n ഉണ്ട്, -8 വരും അല്ലേ? n-8 എന്ന് വരും. ഇവിടെ -29 കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? ഇവിടെ n വരും, ഇവിടെ ഇതുപോലെ തന്നെ -8 ആണ് വരിക, വിച്ച് ഈസ് ഈക്വൽ ടു 0. അതിൽ n-8 രണ്ടെണ്ണത്തിൽ കോമൺ ആയതുകൊണ്ട് ബാക്കി ഇവിടെ എന്തുണ്ട്?
3n minus 29 is equal to 0. അപ്പോൾ ഒന്നുകിൽ n minus 8 is equal to 0, അപ്പോൾ n is equal to 8 എന്ന് കിട്ടും. അല്ലെങ്കിൽ 3n minus 29 is equal to 0 ആണ്. അപ്പോൾ 3n is equal to 29, അപ്പോൾ n is equal to 29/3. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അവിടെ പോവില്ല. അപ്പോൾ ഇവിടെ നമുക്ക് 29/3 എന്ന് പറയുമ്പോൾ നമുക്ക് 9 പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോയിന്റ് ആയിട്ടാണ് കിട്ടുക അല്ലേ. അപ്പം ഒന്നുകിൽ n is equal to 80 അല്ലെങ്കിൽ n is equal to 29/3. പക്ഷേ നമുക്ക് n ഇങ്ങനെ ഒരു പോയിന്റ് ഡെസിമൽ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടാൻ പാടുണ്ട്. കാരണം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസാണ്. അപ്പോൾ നമ്മൾ ഹോൾ ഇൻറ്റിജർ ആയിട്ടാണ് നമുക്ക് വേണം അല്ലേ. 1 2 3 4 എന്ന് പറയുന്നത് ഇൻറ്റിജർ നമ്പർ ആയിട്ട് നമുക്ക് വേണം. അപ്പോൾ നമുക്കിവിടെ എന്തെടുക്കാൻ പറ്റുള്ളൂ, n is equal to 8 എന്നുള്ള വാല്യൂ മാത്രമേ നമുക്കിവിടെ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നെഗറ്റീവ് വന്നാലും നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം നെഗറ്റീവിൽ നമ്മളൊരു നമ്പർ പറയില്ലല്ലോ. അപ്പോൾ നമുക്ക് ഫോർത്ത് പ്രോബ്ലം ഇവിടെ വെച്ചിട്ട് അവസാനിച്ചു. നമുക്ക് n കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ലാസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് നമ്മുടെ tn അല്ലേ. nth ടേമാണ് നമ്മൾ ലാസ്റ്റ് ടേം ആയിട്ട് എടുക്കണം അല്ലേ. അതെന്താണ് a plus n minus 1 into d which is equal to a എത്രയാണ് നമ്മുടെ 25 പ്ലസ് n ഇവിടെ എന്ത് കണ്ടുപിടിച്ചു 8 minus 1 into d എന്ന് പറയുന്നത് -3 which is equal to 25. 8 into -3 minus 24 minus 1 into -3 plus 3. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി 25 minus 24 plus 3 എന്ന് പറയുമ്പോൾ -21. അപ്പോൾ ഇത്ര കിട്ടി, നമുക്ക് 4 ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടേം എന്താണ് 4 ആണ്. അപ്പം ഈ എക്സസൈസിൽ ആദ്യത്തെ 6 ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മളോട് ഡിസ്കസ് ചെയ്തത് അല്ലേ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ ഫോർമുല വെച്ച് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു. തന്ന വിവരങ്ങൾ അനുസരിച്ച് അത് നമുക്ക് എന്താ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഇനിയും നമുക്ക് 12 ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത 2 വീഡിയോകളായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഈ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ചതിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. താങ്ക്